നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. കാടിറങ്ങുന്ന വന്യത. വീടിന് പുറത്തേക്ക് ഇറങ്ങാനോ സമാധാനമായി ഒന്ന് ഉറങ്ങാനോ പോലും സാധിക്കാത്ത വല്ലാത്തൊരു ദുരവസ്ഥയിലാണ് വനമേഖലയോട് ചേർന്ന പ്രദേശങ്ങളിൽ കഴിയുന്നവർ. ഇന്ന് പുലർച്ചെ സുൽത്താൻ ബത്തേരി ടൗണിൽ ഭീകരത വിതച്ച കാട്ടാനയുടെ കയ്യിൽ നിന്ന് ഒരു സാധാരണക്കാരൻ കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത്. പാലക്കാട് PT7 എന്ന ആന ഭീതി പടർത്താൻ തുടങ്ങിയിട്ട് നാളുകളായി. രണ്ടുപേരുടെ ജീവനുകൾ എടുത്തിട്ടും ഇനിയും ആനയെ പിടികൂടാനായിട്ടില്ല. സാധാരണക്കാരുടെ ജീവനും സമ്പത്തിനും കാവൽ നിൽക്കേണ്ട അധികാരികൾ എവിടെയാണ്? വനംവകുപ്പ് എന്താണ് ചെയ്യുന്നത്? ന്യൂസ് 18 പൊതുവേദി ഇന്ന് പരിശോധിക്കുന്നത് ഈ വിഷയമാണ്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. വിളിക്കേണ്ട നമ്പർ 0471 354 2100. ഇപ്പോൾ കലാധരൻ എന്ന പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുകയാണ്. കലാധരൻ, ഈ കാട്ടാന നാട്ടിലേക്കിറങ്ങി ഇപ്പോൾ ഏറ്റവും ജനവാസ മേഖലയായ അല്ലെങ്കിൽ തിരക്കുകളുള്ള സ്ഥലങ്ങളിലേക്ക്, ടൗണുകളിലേക്ക് പോലും ഇറങ്ങി ഭീതി പരത്തുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. സുൽത്താൻ ബത്തേരിയിൽ ഇന്ന് പുലർച്ചെ ഉണ്ടായ സംഭവം താങ്കളും കണ്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത്തരത്തിൽ കാട്ടിലുള്ള മൃഗങ്ങൾ നാട്ടിലേക്കിറങ്ങി ഇത്തരത്തിൽ വളരെ വലിയ അപകടങ്ങൾ സൃഷ്ടിക്കുമ്പോൾ ആരാണ് ഇതിന് ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത്, പറയേണ്ടത്, ഇതിന് കൃത്യമായ നടപടി എടുക്കേണ്ടത്? വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള അനാസ്ഥയാണോ ഇതിന് കാരണം? എന്താണ് താങ്കളുടെ അഭിപ്രായം? ഇതിന് ഉത്തരവാദി ഒരു വനം വകുപ്പ് പോലെ ഒരു മണ്ണാങ്കട്ടയല്ല. ഇവിടെ ഭരിക്കുന്നവർ തന്നെയാണ്, ഭരണക്കാരും ഉദ്യോഗസ്ഥന്മാരും. നിങ്ങൾ ഒന്നാമത് ആ ന്യൂസുകളൊന്നും കൊടുക്കില്ല. ഇപ്പൊ 46 ലക്ഷം ഉദ്യോഗസ്ഥന്മാർക്ക് മൂക്കുകയറിട്ട് മോടിയെന്നും പറഞ്ഞ് ഇന്നലെ ഞങ്ങൾ ന്യൂസ് കേട്ടു. ഏതില്? സോഷ്യൽ മീഡിയയിൽ. നിങ്ങൾ ആ ന്യൂസുകളൊന്നും കൊടുക്കില്ല. ഇവിടെ ഇത് നിത്യ സംഭവമല്ലേ? കാട്ടാന കുത്തിക്കൊല്ലുന്നല്ലേ ഇവിടുത്തെ മനുഷ്യരെയാണ് ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത്, ഭരണക്കാരെ. അല്ലാതെ കാട്ടാനെയും അല്ലെങ്കിൽ പുലികളെ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. പാമ്പിനെയും പഴുതാരെയും പേടിക്കണ്ട. പക്ഷെ പേടിക്കേണ്ടത് ഇവിടുത്തെ ഭരണക്കാരെയാണ്. ഭരണക്കാർ കൊള്ളയടിക്കുകയാണെന്നല്ലാതെ അവർക്ക് യാതൊരു ഉത്തരവാദിത്വം കിട്ടില്ല. ഭരണം കയ്യിൽ കിട്ടിയ കൈയിട്ട് വാരുക, അടുത്ത തലമുറക്കുള്ള 10 തലമുറക്കുള്ള സമ്പാദിച്ചു വയ്ക്കണം. ഇതേ ലക്ഷ്യമുള്ളൂ. അല്ലാതെ ജനങ്ങളെ കുറിച്ചോ നാടിനെ കുറിച്ചോ ഒരു ചിന്തയില്ലെന്ന് 100 പ്രാവശ്യം അടിവരട്ടി ഞാൻ പറയാറുണ്ട്. ശരി, വളരെ നന്ദി കലാധരൻ പ്രതികരിച്ചതിന്. ഇപ്പോൾ മഞ്ചേരിയിൽ നിന്ന് മുഹമ്മദ് ചേരുന്നുണ്ട്. മുഹമ്മദ്, വനം വകുപ്പ് എന്താണ് ഈ വിഷയത്തിൽ ചെയ്യുന്നത്? താങ്കളുടെ അഭിപ്രായം? ഗുഡ് ഈവനിങ് മാഡം. ഗുഡ് ഈവനിങ്. പിന്നെ വനം വകുപ്പ് കാട്ടാന നാട്ടിലിറങ്ങിയാണ് വലിയ ശല്യം ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടാണ്. യാത്രക്കാരൊക്കെ ബുദ്ധിമുട്ടാക്കുന്നുണ്ട്. വാഹനമൊക്കെ തടുത്ത് നിർത്തുന്നുണ്ട്. എല്ലാവരും ജീവൻ കൊണ്ട് അവിടുന്ന് രക്ഷപ്പെടുകയാണ് ഓരോരുത്തർ. ഇങ്ങനെയൊക്കെ ആണെങ്കിലും അതിന് വേണ്ട സംവിധാനം ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അത് വേണ്ടത് ചെയ്യണം. അവരുടെ ഭാഗത്ത് നിന്ന് നിലവിൽ വളരെ വലിയ അനാസ്ഥയാണ് ഉള്ളത് എന്നാണോ താങ്കൾ കരുതുന്നത്? അവരുടെ ഭാഗത്തുനിന്ന് അവര് ഇപ്പോ ഒരു പരിധി വരെ അത് അവരെ കൊണ്ട് കഴിയുന്ന ആന വരുമ്പോ ആന ചാടുക്ക് എന്ന് പറയാൻ പറ്റൂല്ലോ. പിന്നെ വല്ല തപ്പൊട്ടിയിട്ടോ പിന്നെ വെടിയൊക്കെയുള്ള ഓർഡർ ഇല്ലല്ലോ. പിന്നെ മയക്കവെടിയല്ലേ വെക്കണത്. അപ്പൊ അതിന് പോകണമെങ്കിൽ പോവുക. ഞാനിപ്പോ ഈ TV കാണിച്ചൊക്കെ കണ്ടു. പക്ഷെ അതുകൊണ്ട് വൻ ബുദ്ധിമുട്ടാണ് ജനങ്ങൾക്ക് ഉണ്ടാകാൻ പോണ്. അതിന് സർക്കാർ അവർക്ക് വേണ്ടത് എന്താ വെച്ചാൽ ചെയ്തു കൊടുക്കണം. അല്ലാതെ സർക്കാരിനാരും പേടിച്ചണ്ട, കാട്ടാനെ പേടിച്ചാൽ മതി. പ്രതികരിച്ചതിനായി ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് സിജോ ഉണ്ട്. സിജോ, താങ്കളുടെ അഭിപ്രായം എന്താണ്? ഈ ആന കാട്ടുപന്നി ഇതൊക്കെ കൊന്നു കളയല്ലാതെ വേറെ ഒരു വഴിയില്ല. എല്ലാ രാജ്യത്തും അങ്ങനെയാണെന്നാണ് എന്റെ ഒരു അഭിപ്രായം. പിന്നെ AK ശശീന്ദ്രനൊക്കെ വെറും ഈ അധികാരത്തിന്റെ ആർത്തിയോടെ നടക്കണ ഒരു ജനങ്ങളോടൊരു ബഹുമാനം ഇല്ലാത്ത ആൾക്കാരാണ്. പിന്നെ ഇത് ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റി അവര് ഹോസ്പിറ്റൽ ചെലവ് അങ്ങോട്ട് സർക്കാർ വഹിക്കേണ്ടതാണ്. കാരണം പാവപ്പെട്ടവനാണ് പറ്റുന്നത്, ഒരു ധനികനും ഇത് പറ്റണില്ല. അതുകൊണ്ട് അത് പ്രത്യേക ധനസഹായം നൽകേണ്ടതാണ് എന്തെങ്കിലും പറ്റിയ. പിന്നെ ആ പാലക്കാട്ട് ആനയൊക്കെ എത്രയും പെട്ടെന്ന് പിടിക്കേണ്ടതാണ്, ഇല്ലെങ്കിൽ ആ ജീവനെ ആപത്താണ്. അതെ, വളരെ അക്രമകാരിയായ ഒരു ആനയാണ് പാലക്കാട് PT7 എന്ന പേരുള്ള ആന. ഇതിനോടകം തന്നെ നിരവധി ജീവനുകൾക്ക് ഭീഷണിയായിട്ടുണ്ട്. എന്തായാലും സിജോ ആണ് പ്രതികരിച്ചത്. ഇപ്പോൾ ബാബു എന്ന പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട് നമുക്കൊപ്പം. ബാബു, എന്താണ് ഈ വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള വളരെ വലിയൊരു അനാസ്ഥ ഈ ഒരു വിഷയത്തിൽ ഉണ്ട് എന്നാണോ താങ്കൾ കരുതുന്നത്?
ഞാനിവിടെ തൂക്കുപാലം ടൗണിന്റെ ചേർന്ന് തന്നെയാണ് താമസിക്കുന്നത്. 2 ഏക്കർ സ്ഥലവും ഉള്ളതാണ്. പക്ഷേ യാതൊരു കൃഷിയും ചെയ്യാൻ കഴിയാതെ കാട്ടുപന്നികൾ കൂട്ടത്തോട് പകലും രാത്രിയിലും വന്നിട്ട് വാഴ പോലും ഇപ്പൊ കളയുകയാണ്. അതുകൊണ്ട് എനിക്ക് എനിക്കിപ്പം 60 വയസ്സ് കഴിഞ്ഞ ആളാണ്. പക്ഷെ ഒരു കൃഷിയും ചെയ്യാതെ ഇട്ടേക്കുകയാണ് ഈ സ്ഥലം. ഇങ്ങനെ കാട്ടുപന്നികളെ എങ്ങനെയും നശിപ്പിക്കാനുള്ള നടപടി ഫോറസ്റ്റിന്റെ ഭാഗത്തു. താങ്കൾ ഒരു കർഷകനായതുകൊണ്ട് കൂടി ചോദിക്കുകയാണ്, ഈ പ്രായോഗികമായി ഇത്തരത്തിൽ ഈ വന്യമൃഗങ്ങളുടെ ആക്രമണം തടയാനായി എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ കാര്യങ്ങൾ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് ചെയ്യാൻ സാധിക്കുമെന്നാണ് താങ്കൾ കരുതുന്നത്? എന്റെ അഭിപ്രായത്തിൽ ഈ കാട്ടുപന്നികളെ ക്ഷുദ്രജീവിയായി തന്നെ പ്രഖ്യാപിച്ച് ഇതിനെ എങ്ങനെയും കൊന്ന് നശിപ്പിച്ച് കളയാൻ അത് നേരത്തെ പ്രഖ്യാപനം ഉണ്ടായിട്ടുണ്ട്. അതിനപ്പുറം എന്ത് ചെയ്യാൻ സാധിക്കും? പക്ഷെ ആ നേരത്തെ ഉണ്ടായിട്ടുള്ള നടപടി എന്ന് പറയുന്നത് അതിന് ലൈസൻസ് പ്രത്യേകം കൊടുത്തിട്ടുള്ള ആളുകളുമായിട്ട് ബന്ധപ്പെടണമെന്നൊക്കെയാ. പക്ഷെ അവരൊന്നും ഇവിടെ അവൈലബിൾ അല്ല. ഈ കൃത്യമായി നഷ്ടപരിഹാരമൊക്കെ കിട്ടാറുണ്ടോ ഇത്തരത്തിൽ ഈ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാകുമ്പോ? ഒരു നഷ്ടപരിഹാരം കിട്ടുന്നുണ്ട്. എന്റെ കൃഷി നശിപ്പിച്ചതിന്റെ ഫോട്ടോകൾ ഉൾപ്പെടെ ന്യൂസ് പേപ്പറിലെല്ലാം വാർത്തകൾ വന്നതാണ്. പക്ഷെ അതിനൊന്നും യാതൊരു അന്വേഷണവും ഒരു നടപടിയും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. എന്തായാലും അധികാരികൾ ഈ വിഷയം കേൾക്കേണ്ടത് തന്നെയാണ്. സാധാരണക്കാരായ കർഷകരുടെ അവസ്ഥയാണ് ഇത്. ബാബു എന്നുള്ള ഒരു കർഷകനാണ് നമ്മളോട് ഇപ്പോൾ സംസാരിച്ചത്. കൃഷി നിരന്തരമായി ഇത്തരത്തിൽ കാട്ടുപന്നികൾ അടക്കം നശിപ്പിക്കുകയാണ്. കൃത്യമായ നഷ്ടപരിഹാരം പോലും ഇവർക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പരാതി. എന്തായാലും മറ്റൊരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്, നിബിൻ ആണ് ചേരുന്നത്. ക്ഷമിക്കണം നിബിൻ, എന്താണ് താങ്കളുടെ അഭിപ്രായം? നിബിൻ കേൾക്കുന്നുണ്ടോ? ആ കോളർ കട്ടായിരിക്കുകയാണ്. മറ്റൊരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. എന്താണ് താങ്കളുടെ പേര്? എന്റെ പേര് ജെയിംസ് എവിടുന്നാണ് വിളിക്കുന്നത്? ഞാൻ കണ്ണൂർ ജില്ലയിൽ കണിച്ചാർന്ന് പറഞ്ഞ സ്ഥലത്തുനിന്നാണ്. ശരി, ജെയിംസിന് എന്താണ് ഈ വിഷയത്തിൽ അഭിപ്രായമുള്ളത്? ഈ ആനേനൊക്കെ ഞങ്ങളെ അടുത്താണ് ആർളം ഫാം. ഒരു 15-16 പേരെ ഇതുവരെ കൊന്നിട്ടുണ്ട്. ആദിവാസികളെയും നാട്ടുകാരെ എല്ലാരെയും. ഇതുവരെ ഈ പണ്ടത്തെ ഈ വെടിവെച്ച് ഇവർ ഓടിക്കുമല്ലാണ്ട് ഇതുവരെ ഇത് ആധുനിക ടെക്നോളജി ഉപയോഗിച്ചിട്ട് ഈ ആനകളെ മയക്കുവെടി വെച്ചിട്ട് ഇതിനെ പൊക്കി ട്രെയിനിൽ വെച്ചിട്ട് ഇതിന് എവിടെയെങ്കിലും ഫോറസ്റ്റിൽ കൊണ്ടുപോയി ഇടാനുള്ള സംവിധാനം ഇതുവരെ ഈ സംവിധാനം ഇതുവരെ ആക്കിയിട്ടില്ല. അല്ലെങ്കിൽ കടുവ ഇപ്പൊ ഞങ്ങളുടെ വീടിന്റെ ഒക്കെ ബാക്കിൽ ഇന്നലെ മിനിങ്ങാന്നൊക്കെ വന്നിട്ടുണ്ട്. ഇവർക്ക് ഇത് വെടിവെച്ച് കൊണ്ടുപോകാനുള്ള ഒരു സംവിധാനം ഇല്ലേ? ഇത് ഇപ്പോഴും പഴഞ്ചൻ രീതിയിലാണല്ലോ ഇവരെല്ലാം. ഇവർക്ക് ഈ ഫണ്ട് കിട്ടുന്നുണ്ട്. ഈ ഫണ്ടിന് വേണ്ടി മാത്രം ഇവര് റേസ് ചെയ്യാന്നല്ലാണ്ട് ഇവർക്ക് ഓടിച്ചാൽ ഇത്ര രൂപ മറ്റേ ഫോറസ്റ്റുകാർക്ക് കിട്ടും. ഇതിനെ ഓടിക്കുക, ഇത് പിന്നെയും വരും, ഓടിക്കുക പിന്നെയും വരും. ഇത് തന്നെയാണ്. ഇപ്പോൾ ഈ സുൽത്താൻ ബത്തേരിയിൽ ഭീകരത പരത്തുന്ന ആനയുണ്ടല്ലോ, PM2, അതിനെ തമിഴ്നാട് സർക്കാർ ഇത്തരത്തിൽ വെടിവെച്ച് കാട്ടിനുള്ളിലേക്ക് മയക്കുവെടി വെച്ച് കാട്ടിനുള്ളിൽ വിട്ടതാണ്. ഇതിനെ ഫോറസ്റ്റിൽ എവിടെയെങ്കിലും വിടണം. ഇതിനെ അല്ലാണ്ട് ഇതിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത് പണ്ടത്തെ പോലെ തന്നെ ഇപ്പം ഇത് തന്നെ ഇവർക്ക്. ശരി, ജെയിംസ് എന്നുള്ള പ്രേക്ഷകനായിരുന്നു നമ്മളോട് പ്രതികരിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹം ആറളം ഫാമിന് അടുത്ത് താമസിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാട്ടാന ആക്രമണവും വന്യമൃഗ ആക്രമണങ്ങളുടെയൊക്കെ പലപ്പോഴും ഇരയാകുന്ന ഒരു വ്യക്തി കൂടിയാണ്. അദ്ദേഹത്തിന്റെ രോക്ഷമാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത്. ഇപ്പോൾ ഹരിലാൽ എന്നുള്ളൊരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഹരിലാൽ, താങ്കളുടെ അഭിപ്രായം? തീർച്ചയായിട്ടും പറഞ്ഞോളൂ. ടിവിയിൽ ശ്രദ്ധിക്കാതെ ഫോണിൽ മാത്രം ശ്രദ്ധിച്ച് സംസാരിക്കുക. ഹരിലാൽ കേൾക്കുന്നുണ്ടോ? പറഞ്ഞോളൂ, ഫോണിൽ മാത്രം ശ്രദ്ധിച്ച് സംസാരിച്ചോളൂ. ഈ ഒരു വിഷയത്തിൽ താങ്കളുടെ അഭിപ്രായം എന്താണ്? വനം വകുപ്പിന്റെ ഭാഗത്തു നിന്ന് വലിയൊരു അനാസ്ഥയുണ്ട് എന്നാണോ താങ്കൾ കരുതുന്നത്? തീർച്ചയായിട്ടും മനുഷ്യന് മൃഗങ്ങളെ കഴിഞ്ഞും വില കൊടുക്കണം. ഇപ്പൊ മനുഷ്യന് മൃഗങ്ങളെ കഴിഞ്ഞും വില കൊടുക്കുന്നില്ല. മനുഷ്യന് ചുമ്മാ പട്ടിയുടെ വില പോലും കൊടുക്കാതെ ഈ സർക്കാർ ഒരു കാര്യവും കാണിക്കുന്നില്ല. അതാണ് ഇതിന്റെ പ്രശ്നം. സർക്കാരിന് ഇതിന് നിലപാടെടുക്കാമല്ലോ.
എങ്ങനെ ഒരു ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാകണമെന്നാണ് താങ്കൾ കരുതുന്നത്? അല്ല, ഇതിപ്പം സർക്കാർ ഇടപെടലെന്ന് പറഞ്ഞ വനം വകുപ്പ് ഉണ്ടല്ലോ ഇവിടെ. വനം വകുപ്പിന് അതിൻ്റെതായ സംരക്ഷണം കൊടുത്താൽ മതിയില്ല. ജനങ്ങൾക്ക് സംരക്ഷണം കൊടുക്കാനല്ലേ ഈ സർക്കാർ ഇല്ലെങ്കിൽ ഈ വനം വകുപ്പ് ഉള്ളത്. അത് കൊടുക്കാതിരിക്കുന്നതുകൊണ്ടല്ലേ ഈ പ്രശ്നം. ശരി, ഹരിലാൽ എന്ന പ്രേക്ഷകനാണ് വിളിച്ചത്. വളരെ നന്ദി. ഇപ്പോൾ തോമസ് എന്ന പ്രേക്ഷകൻ ചേരുന്നുണ്ട്. തോമസ്, താങ്കളുടെ അഭിപ്രായം? എന്റെ അഭിപ്രായം പറഞ്ഞാൽ കഴിഞ്ഞ ഈ 10/10/2022 ബുധനാഴ്ച ദിവസം എന്റെ തോട്ടത്തിൽ കയറി ആന കംപ്ലീറ്റ് സാധനം നശിപ്പിച്ചു കളഞ്ഞു. അതനുസരിച്ച് ഞാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കുകയും അവർ വന്ന് സ്ഥലം സന്ദർശിച്ച് കാണുകയും ചെയ്തു. അതിന് പ്രതിവിധിയായിട്ട് 1 കോടി രൂപയുടെ ഫെൻസിംഗ് ഇടാം അല്ലെങ്കിൽ ട്രെഞ്ച് താത്താന്ന് DFO പറയുകയും ചെയ്തു. ഇന്ന് ഈ നാഴിക വരെ അതിനൊരു നടപടി എടുക്കുകയോ കാര്യമോ ചെയ്തിട്ടില്ല. എന്റെ കോമ്പൗണ്ട് വാള് 2.5 ലക്ഷം രൂപയ്ക്ക് കെട്ടി തീർന്നു. റബ്ബർ ഉണ്ടായിരുന്ന മുഴുവൻ കളഞ്ഞു. ഇത്രയും കഴിഞ്ഞിട്ട് യാതൊരു നടപടിയും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഉണ്ടായിട്ടില്ല. ഇത്രയും കെടുകാര്യസ്ഥതയുള്ള ഡിപ്പാർട്ട്മെന്റ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പോലെ ഇല്ല. അത് തന്നെയല്ല, അവരുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യജീവന് ഒരു വിലയില്ല. വന്യമൃഗങ്ങൾക്ക് ഉള്ള ജീവനെ അവർ വില കൽപ്പിക്കുന്നുള്ളൂ. എന്ത് വന്നാലും ശരി, ആളുകളുടെ കുടിയേറ്റ പ്രദേശങ്ങളിലേക്കും ബാക്കിയെല്ലാ സ്ഥലത്തേക്കും ആന നശിപ്പിച്ചു കളഞ്ഞാലും അവർക്ക് അത് പ്രശ്നമല്ല, അവർക്ക് ഒരു വിഷയമല്ല. ഇത് സർക്കാർ വേണ്ട രീതിയിലുള്ള നടപടിയൊന്നും സ്വീകരിക്കുന്നില്ല. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഒട്ടും ഇത്രയും കെടുകാര്യസ്ഥതയുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ഇന്ന് കേരള ഗവൺമെന്റിന്റെ കാര്യത്തിലില്ല. തോമസ്, ഇപ്പൊ താങ്കൾക്കുണ്ടായ നഷ്ടം ഇത് ആദ്യമായിട്ടാണോ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്, അതോ ഇതിനു മുമ്പ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾക്ക് ഇരയായിട്ടുണ്ടോ? 26,95,000 രൂപയ്ക്ക് ഗവൺമെന്റിലേക്ക് പരാതി കൊടുക്കുന്നുണ്ട്. പക്ഷേ അവര് പറയുന്നത് ഇപ്പൊ പൈസ ഇല്ല, അത് എന്നാ എത്ര പൈസയാണ് നിങ്ങൾ തരുന്നതെന്നുള്ള അവർ പറഞ്ഞിട്ടില്ല. ഒരു തെങ്ങിന് കാച്ച ഒരു തെങ്ങിന് കിട്ടുന്നത് 300 രൂപ, ഒരു റബ്ബർ വെട്ടുന്ന റബ്ബറിന് കിട്ടുന്നത് 300 രൂപ, മറ്റേ തെങ്ങിന് 700 രൂപ. ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇതുകൊണ്ട് എന്തെങ്കിലും ആവോ? എത്ര വർഷം കഴിയണം നമ്മൾ പരിപാലിച്ച് റബ്ബർ വെട്ടാൻ? തെങ്ങിന് എത്ര വർഷത്തെ ആയുസുണ്ട്? ഇങ്ങനെ 25 വർഷത്തെ ആയുസ് തെങ്ങിന്റെ ആയുസിന്റെ കണക്ക് കൂട്ടിയിട്ടാണ് 26,95,000 രൂപ എനിക്ക് നഷ്ടപരിഹാരം തരണമെന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തതാ. എന്നിട്ട് അവർ വന്ന് നോക്കിയിട്ട് പോയി. ഇപ്പൊ പറയാണ് ഇപ്പൊ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടാണ്, കാശുണ്ട്. എന്നാൽ എത്ര തരും അതും അവര് പറയുന്നില്ല. ഇത്രയും കെടുകാര്യസ്ഥ. ഇത് മന്ത്രിയൊക്കെ ഇവര് കാർബൺ ഫണ്ട് 45 ലക്ഷം 45,000 ലക്ഷം രൂപ ഇവർ മേടിച്ചിട്ടാണ്, 45,000 കോടി രൂപ മേടിച്ചിട്ടാണ് കാർബൺ ഫണ്ട് മേടിച്ചിട്ട് ഇവർ പോക്കറ്റിട്ടായി കാണിക്കുന്നത് ജനങ്ങളെ ഇറക്കാൻ വേണ്ടിയിട്ട്. പണ്ട് കൃഷിഭൂമി കുറഞ്ഞു പോയതല്ലാതെ ഫോറസ്റ്റ് കൂടിയായിരിക്കും. ഫോറസ്റ്റ് കുറഞ്ഞിട്ടില്ല. ഫോറസ്റ്റിലേക്ക് ആരും കയ്യേറിയിട്ടില്ല. കൃഷിക്കാരും കയ്യേറിയിട്ടില്ല. കൃഷിക്കാരുടെ സ്ഥലമാണ് ഫോറസ്റ്റുകാർ കയ്യേറിയത്. ഇതാണ് അവസ്ഥ. ഇതിനൊരു തീരുമാനം ഉണ്ടാവണം. ഞാൻ പറഞ്ഞ ഈ ആനയെ കൊന്നു കളയല്ലാതെ വേറൊരു മാർഗം. ആനയും പന്നിയെ വെടിവെക്കാനുള്ള അധികാരം ഉണ്ടല്ലോ. അതുപോലെ ആനയെ വന്യ രാജ്യത്തൊക്കെ എന്താ ചെയ്യുന്നത്? അവിടെയൊക്കെ ചെയ്യുന്നതിനെ കൂടുതൽ വന്നു കഴിഞ്ഞാൽ ഓസ്ട്രേലിയയിലൊക്കെ കങ്കാരിയിൽ വെടിവെച്ചില്ല, എല്ലാത്തിനും വെടിവെച്ചില്ല. അതുപോലെ തന്നെ ഒരു നിയമം വരണം. ഇത് കൊന്നു കളയാണ്ട് ഇത് തീരാൻ പോകുന്നില്ല എന്നാണ് എന്റെ അഭിപ്രായം. പിന്നെ ഷാജിദുമായിട്ട് പരിഹാരം ഇപ്പൊ തൽക്കാലത്തേക്ക് നടക്കണമെന്നുണ്ടെങ്കിൽ ഹാങ്ങിങ് ഫെൻസിങ് ഇടണം, അല്ലെങ്കിൽ ഫ്രിഞ്ച് താത്തണം. ഹാങ്ങിങ് ഫെൻസിൽ വെർട്ടിക്കൽ ഫെൻസിങ് ഇട്ട് കഴിഞ്ഞാൽ ആനയെ മരം തള്ളി കഴിഞ്ഞിട്ടാക്കും. അതുകൊണ്ട് നടക്കൂല. തീർച്ചയായും തോമസ്, വളരെ നന്ദി വിളിച്ചതിന്. എന്തായാലും താങ്കളുടെ വികാരം മനസ്സിലാക്കുന്നു. മൃഗങ്ങളെ കൊന്നുകളയുക എന്നുള്ളത് പ്രായോഗികമായി നമുക്ക് നടപ്പാക്കാൻ കഴിയുന്ന ഒരു നിയമമൊന്നുമല്ല. അവർക്കും ജീവിക്കാനുള്ള അവകാശം ഉണ്ട്. പക്ഷെ അതേസമയം ഇത്തരത്തിൽ ഇവർ നാട്ടിലേക്ക് ഇറങ്ങുന്നത് തടയുക, അല്ലെങ്കിൽ ഇത്തരത്തിൽ നാട്ടിലേക്ക് വന്യമൃഗങ്ങൾ എത്തുമ്പോൾ കൃത്യമായി അവരെ പിടികൂടാനുള്ള ഒരു നടപടി ഉണ്ടാവുക എന്നുള്ളത് ന്യായമായ ആവശ്യമാണ്. ഇനി അഥവാ അതുപോലെ തന്നെ ഇത്തരത്തിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ കൃത്യമായിട്ട് ഇടപെടുകയും അതിനുള്ള നാശനഷ്ട പരിഹാരം കാണുകയും ധനപരിഹാരം കാണുകയും എന്നുള്ളതും വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. മറ്റൊരു പ്രേക്ഷകനുണ്ട്, സുരേന്ദ്രൻ. താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ തോന്നുന്നത്? നമസ്കാരം. നമസ്കാരം. വനം വകുപ്പിന് ഇപ്പോഴുള്ളതിൽ കൂടുതലൊന്നും ചെയ്യാൻ പറ്റുന്ന ഒരു സന്ദർഭമല്ല. കാരണം ഇതിനെന്ന് പറഞ്ഞാൽ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടും എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് മാത്രമേ വനം വകുപ്പിന് ചെയ്യാൻ പറ്റുള്ളൂ. കൃഷിക്കാരെന്ന് പറഞ്ഞാൽ അവരുടെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം അവർക്ക് വളരെയധികം നഷ്ടവും ബുദ്ധിമുട്ടുണ്ടാകുന്ന സംഭവം തന്നെയാണ്. അപ്പം പിന്നെ വനം വകുപ്പ് അവരുടെ ഭാഗത്തു നിന്ന് ചെയ്യാൻ പറ്റുന്ന മുഴുവൻ ചെയ്യുന്നുണ്ട്. ഈ പ്രഷറ് അവർക്ക് മുകളിൽ നിന്നുള്ള പ്രഷറുണ്ട്, താഴെ നിന്നുള്ള പ്രഷറുണ്ട്. നമ്മളത് കാണുന്നല്ലോ, എല്ലാവരും പരിഗണിക്കണമല്ലോ. പിന്നെ എല്ലാ ജീവികളും ഈ ഭൂമിയിൽ അവർക്ക് ജീവിക്കാനുള്ള അവകാശമുള്ളതാണ്. അതും നമ്മൾ പരിഗണിക്കണം. തീർച്ചയായും.
വളരെ നന്ദി സുരേന്ദ്രൻ. മഞ്ചേരിയിൽ നിന്ന് സുരേന്ദ്രനാണ് വിളിച്ചത്. വനം വകുപ്പിനും ഇതുപോലെ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്, അവർ ഒരുപാട് പ്രഷറിന് വിധേയരാകുന്നു എന്നുള്ളതാണ് സുരേന്ദ്രന്റെ അഭിപ്രായം. എന്തായാലും പൊതുവേദിയിലേക്ക് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. പൊതുവേദിയിലേക്ക് തിരികെ എത്തുമ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ജയകുമാർ എന്ന പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ജയകുമാർ, ഈ നാട്ടിൽ വന്യമൃഗങ്ങൾ ഭീതി പരത്തുമ്പോൾ വനം വകുപ്പ് എന്ത് ചെയ്യുന്നു? എന്താണ് താങ്കളുടെ അഭിപ്രായം? മാഡം നമസ്കാരം. നമസ്കാരം. ഈ ഒരു വിഷയത്തിലേക്ക് വേണ്ടി ഈ ഒരു 10-15-20 മിനിറ്റ് കൊണ്ട് മതിയാവില്ല ഈ ഒരു വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടി. ഈ തട്ടേക്കാടുത്തും ഹൈറേഞ്ച് മേഖലകളിൽ നിന്നും വിളിച്ച ആൾക്കാർ പറഞ്ഞ കാര്യങ്ങൾ അവരൊരു അനുഭവത്തിന്റെ ഒരു അംശം പോലും മാത്രം പറഞ്ഞിട്ടില്ല. ഈ തൊടുപുഴ കഴിഞ്ഞ് അങ്ങോട്ട് പോയ ഹൈറേഞ്ച് മേഖലകളിൽ കംപ്ലീറ്റ് ആനകളാണ്. ഈ ആനകളെ കാട്ടിൽ കിടക്കുന്ന ആനകളെ നാട്ടിൽ ഫോറസ്റ്റുകാർ എത്തിക്കുന്നുണ്ട്, ഈ ജനവാസ മേഖലയിലേക്ക് എത്തിക്കുന്നുണ്ട്. ഈ VIP-സും VVIPസും ഒക്കെ യാത്ര ചെയ്യുമ്പോഴത്തേക്ക് അവർക്ക് കാണാൻ വേണ്ടി ചാരവും ഉപ്പും ഡാമിന്റെ രണ്ട് സൈഡും ഇട്ടിട്ട് ഈ വന്യമൃഗങ്ങളെ വരുത്തുന്ന ഒരു പരിപാടിയുണ്ട് അവർക്ക് കണ്ട് രസിക്കാൻ വേണ്ടി. ഇത് കഴിഞ്ഞാൽ ഇത് അവിടുന്ന് അങ്ങോട്ട് പോകില്ല. പിന്നെ ഈ ഹൈറേഞ്ചിൽ നാട്ടിലാണ് കിടന്ന് ഈ ആക്രമണം അത്രയും കാണിക്കുന്നത്. ഞാനവിടെ വയനാട് ക്വാർട്ടേഴ്സിൽ താമസിക്കുമ്പോൾ ക്വാർട്ടേഴ്സിൽ വരെ വന്ന് ഭയങ്കര ശല്യവും ഡോബികളുടെ അടുത്ത് വന്ന് അലക്കായിട്ടിരുന്ന വസ്ത്രങ്ങളും ഞങ്ങളെ ക്വാർട്ടേഴ്സിലുള്ള വാഴയും കൃഷിയൊക്കെ നശിപ്പിച്ചിട്ട് പോകുന്നുണ്ട്. ഇത് ഇവര് പറയുന്നത് കണ്ടമാനം ബുദ്ധിമുട്ടായ ഒരു കേസാണ്. ഇത് ഫോറസ്റ്റുകാരുടെ വെറും അഴിമതി. അവർക്ക് പൈസ ഉണ്ടാക്കുക, ആൾക്കാരെ വിളിച്ചു വരുത്തി അവർക്ക് പേരെടുക്കുക, VVIPസോ പേരെടുക്കുക. ഇത് അന്വേഷിച്ച് നോക്കിയാൽ അറിയാം, ഡാമിന്റെ 2 തീരത്തും ചാരവും ഉപ്പും കൊണ്ടിട്ട് ഈ വന്യമൃഗങ്ങളെ വരുത്തി ആൾക്കാരെ കാണിച്ചു കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. അതുകൊണ്ട് വേണം ഇത് നല്ലൊരു രീതിയിൽ ഒരു ചർച്ച നടത്തി അധികാരികളെ അറിയിക്കാതെ യാതൊരു മാർഗവുമില്ല. ഇവർക്ക് ഈ നഷ്ടപരിഹാരം എന്ന് പറഞ്ഞാൽ തുച്ഛമായിട്ടാണ് കിട്ടുന്നത്. ഒരു വകയും പോകാത്തവർക്ക് കൃഷിഭവനുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ അവർക്ക് നല്ല ആനുകൂല്യം കിട്ടുന്നുണ്ട്. പാടുപെട്ട് കഷ്ടപ്പെട്ട് ഇതുകൊണ്ട് മാത്രം കഴിഞ്ഞു കൂടുന്ന ആളുകൾക്ക് വളരെ കഷ്ടമാണ്. ആളും പേരും അധികാരവും ഇല്ലാത്തവർക്ക് ജീവിക്കാൻ വളരെ പാടാണ്. ഇത് എന്റെ അനുഭവത്തിൽ നിന്ന് പറയണം മാഡം. ഇത് അവര് പറയുന്നത് അങ്ങ് അറ്റത്തെ സങ്കടമാണ് ഈ പറയുന്നത്. മനസ്സിലായി. തീർച്ചയായും ജയകുമാറാണ് തിരുവനന്തപുരത്ത് നിന്ന് പ്രതികരിച്ചത്. എന്തായാലും ജയകുമാർ വനം വകുപ്പിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ കൂടിയാണ് എന്തായാലും ഉന്നയിച്ചിട്ടുള്ളത്. മറ്റൊരു പ്രേക്ഷകനുണ്ട്, സഞ്ജീവ്, താങ്കളുടെ അഭിപ്രായം എന്താണ്? ഞാൻ ഈ കേരളത്തിലെ പൊതുവായ ഒരു വിഷയം പറഞ്ഞാൽ ഈ കാട്ടിൽ പെരുകിയിട്ട് നാട്ടിലിറങ്ങി ശല്യം ചെയ്യുന്നതിന് ഒന്നാമത്തെ കൃഷിക്കാർക്കൊന്നും യാതൊരുവിധ അവരുടെ കൃഷിക്ക് ഒരു നശിപ്പിക്കുന്നതിന് സമാനതയുള്ള എന്തെങ്കിലും അവരുടെ മുടക്കുന്നത് പോലും സർക്കാർ കൊടുക്കുന്നില്ല. കൊടുക്കാമെന്ന് പറയുന്നത് പോലും കിട്ടാത്ത അവസ്ഥയിലാണ് ഇന്ന്. ഈ ആനകളെ നാട്ടിലിറങ്ങി ശല്യം ചെയ്യുന്ന ആനകളെ മയക്കുപിടി വെച്ച് പിടിച്ച് മുത്തങ്ങായാലും അതുപോലുള്ള കൂടുകളിൽ കൊണ്ടുപോയിട്ട് ഇപ്പൊ കേരളത്തിൽ നാട്ടാനകൾ മുഴുവൻ ഇല്ലാതെ വരിക. ഓരോ വർഷവും നാട്ടാനകൾ ചെരിയുന്നതിന്റെ എണ്ണം കൂടിക്കൂടി വരിക. പഴയതുപോലെ ഈ ആനകളെ പിടിച്ച് ലേലം ചെയ്ത് വളർത്താനുള്ള സംവിധാനം ഉണ്ടാക്കണം. അല്ല ഇന്നിപ്പോ ആനകളെ പിടിച്ച് കാട്ടിലേക്ക് കയറിയിട്ട് നാളെ വീണ്ടും തിരിച്ചിറങ്ങി വരിക, അതിന്റെ ഇരട്ടി നഷ്ടം ഉണ്ടാക്കുക. അപ്പൊ ഈ പ്രശ്നം ഉണ്ടാക്കുന്ന ആനകളെ പിടിച്ച് മഴക്കോട് വെച്ച് പിടിച്ച് കൂട്ടിൽ കൊണ്ടുപോയി അതിനെ മെരുക്കിയതിനു ശേഷം ഗവൺമെന്റ് ലേലം ചെയ്ത് കൊടുക്കണം. നാട്ടാനകൾ ഇല്ലാതെ വരിക. കേരളത്തിലെ ഫെസ്റ്റിവലിനൊക്കെ ഉത്സവങ്ങൾക്കും ഫെസ്റ്റിവലുകൾക്കും ആനകളെ കിട്ടാൻ വളരെ പരിമിതമായി ഇപ്പം. അപ്പൊ ഈ ആനകളെ പിടിച്ചു കഴിഞ്ഞാൽ അതിന് നല്ല ഗവൺമെന്റിലേക്ക് നല്ല പഴയ കാലത്ത് ഇതുപോലെ തന്നെ കുഴിയിട്ട് ആനയെ പിടിക്കുന്നതിന് പകരം നാട്ടിലിറങ്ങുന്ന ആനകളെ പിടിച്ച് മയക്കുവെടി വെച്ച് പിടിച്ച് അതിനെ മെരുക്കിയിട്ട് ലേലം ചെയ്ത് കൊടുക്കുന്ന സംവിധാനത്തേക്ക് നീങ്ങിയില്ലെങ്കിൽ കേരളം ആകെപ്പാടെ ബുദ്ധിമുട്ടിലേക്കാവും. ഭയങ്കരമായിട്ട് ആന നാട്ടിലിറങ്ങുന്ന ശല്യം ഉണ്ടാകും. ആളപായം ഉണ്ടാകുന്നു. വണ്ടികൾ രാത്രികാലങ്ങളിൽ പോകുന്നു, വണ്ടികൾ കുത്തിപ്പൊളിക്കുന്നു, കൃഷി മുഴുവൻ നശിപ്പിക്കുന്നു. പ്രാഥമിക ആവശ്യത്തിന് വെളിയിൽ ഇറങ്ങാൻ പോലും വയ്യാത്ത അവസ്ഥയിൽ ഇന്ന് മലയോര മേഖലയിലും അതുപോലെ വനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്ഥലങ്ങളിലും ആൾക്കാർക്ക് വെളിയിൽ ഇറങ്ങാൻ പറ്റില്ല. എന്തിനാ ഇപ്പൊ കണ്ടില്ലേ, ടൗണിൽ പോലും ആൾക്കാർക്ക് നിൽക്കാൻ പറ്റുന്ന സാഹചര്യമായില്ലേ. ഈ ആനകളെയൊക്കെ മയക്കുവെടി വെച്ച് പിടിച്ച് അതിനെ മെരുക്കിയെടുത്ത് ലേലം ചെയ്ത് കൊടുക്കണം. വളരെ നന്ദി സഞ്ജീവ് പ്രതികരിച്ചതിന്. എന്തായാലും ഈ മയക്കുവെടി വെച്ച് പിടിച്ച് ലേലം ചെയ്ത് നാട്ടിൽ നിർത്തണം എന്ന് പറയുന്നത്
അത് പ്രായോഗികമല്ല. എന്തായാലും കാട് മൃഗങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്, അവിടെ തുടരേണ്ടവരാണ് അവര് എന്തായാലും. പക്ഷേ ഈ ഒരു വിഷയം വളരെ വലിയ രീതിയിൽ എന്തായാലും പ്രതിഷേധാർഹമാണ്. ഇത്തരത്തിൽ വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളാൽ നഷ്ടം സംഭവിക്കുന്നവർക്ക്, സാധാരണക്കാരായ കർഷകർക്ക് കൃത്യമായ നഷ്ടപരിഹാരമെങ്കിലും കൃത്യസമയത്ത് നൽകാനുള്ള ഒരു തീരുമാനം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉടനടി ഉണ്ടാകേണ്ടതാണ്. അതാണ് പൊതുവേദിയിലും ഇന്ന് ഉയർന്നു വന്ന പ്രധാനപ്പെട്ട ആവശ്യം. പൊതുവേദി അവസാനിക്കുകയാണ്. നമസ്കാരം.